പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ അത് ഇന്നലെ അവാർഡ് പ്രഖ്യാപനം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്നിതാ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്തിയത് ആ സന്തോഷം കൂടുതൽ മലയാളികളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാനാണ്. 48 വർഷക്കാലം ഒപ്പം നടന്ന എല്ലാ മനുഷ്യരെയും സ്മരിക്കുന്നുവെന്ന് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയാണ്. ആന്റണി പെരുമ്പാവൂരൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ അതാ കേക്ക് മുറിച്ച് അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ സമീപകാല സിനിമ സംവിധാനം ചെയ്ത തരുൺമൂർത്തി ഒപ്പമുണ്ട്. തുടരും സംവിധാനം ചെയ്ത തരുൺമൂർത്തി ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ പലരും ഒപ്പമുണ്ട്. അങ്ങനെ അദ്ദേഹം സന്തോഷം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മൾ കേട്ടു. ഇത് ഈശ്വരൻ തന്ന അവാർഡാണ്, ഈശ്വരൻ തന്ന അംഗീകാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം പറഞ്ഞു വെച്ചത് എൻ്റെ സിനിമകൾ, എൻ്റെ അഭിനയം അത് എനിക്ക് ദൈവമാണ്, എൻ്റെ ഓരോ സിനിമകളും എൻ്റെ പ്രാർത്ഥനയാണ്, അതുകൊണ്ട് തന്നെ ദൈവം തന്ന അവാർഡാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് വല്ലാത്ത വാക്കുകളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ 4-5 പതിറ്റാണ്ടിനോടടുക്കുന്ന ഈ സിനിമാ ജീവിതത്തിനിടയിൽ എത്രയോ അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ പേര് വാനോളം അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഒരു സിനിമാ പ്രവർത്തകന്, കലാകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിനെ തേടിയെത്തുമ്പോൾ അതെല്ലാ മലയാളികൾക്കും വലിയ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇനി എത്തിപ്പിടിക്കാൻ ഉയരങ്ങളില്ലാത്ത അതുല്യ പ്രതിഭയായി മോഹൻലാൽ നമുക്ക് മുന്നിലിരിക്കുന്നു. അപ്പോഴും ഏറ്റവും താഴ്മയായി, ഏറ്റവും എളിമയായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഈ അംഗീകാരം, ഈ അവാർഡ് അത് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു, 48 വർഷക്കാലം തനിക്കൊപ്പം നടന്ന മനുഷ്യർക്ക് സമർപ്പിക്കുന്നു, മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാണ് മോഹൻലാലിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഈ സന്തോഷ നിമിഷം, മലയാളികളുടെ സന്തോഷ നിമിഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് അദ്ദേഹം ആഘോഷിക്കുന്നു.